ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തുടക്കം ഒരു പ്രിവ്യൂ വീഡിയോ കണ്ട് കാണും. അതുപോലുള്ളൊരു വാട്സാപ്പ് സ്റ്റാറ്റസ് എങ്ങനെ നമ്മുടെ മൊബൈലിനകത്ത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഭാഗത്ത് വരിക. ഇവിടെ നമുക്ക് 9:16 റേഷ്യോ സെലക്ട് ചെയ്തിട്ട് റെസൊല്യൂഷൻ 180p സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇനി ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് താഴത്തെ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് ആൻഡ് വീഡിയോസ് എന്നുള്ള ഭാഗത്ത് പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു പോസ്റ്റർ അവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് മേലത്തെ ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റർ അവിടെ ഫിൽ സ്ക്രീൻ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോസ്റ്ററിൻ്റെ ലെങ്ത് കൂടണം. നമുക്കിപ്പോൾ സ്റ്റാറ്റസ് ആക്കുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത് വേണം. അതിനായിട്ട് നമുക്ക് തറയിലായിട്ടൊരു സ്പീഡിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഓപ്ഷനകത്തോടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു 0.25 എക്സിലോട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പം ആ ഒരു പോസ്റ്ററിൻ്റെ ലെങ്ത് കൂടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 2 കളറിലുള്ള എഫക്റ്റാണ് കൊടുക്കുന്നത്. തുടക്കം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റും രണ്ടാമത്തെ ഒരു കളർ എഫക്റ്റാണ് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ BGMനുസരിച്ച് നമുക്കൊന്ന് കറക്റ്റായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ജസ്റ്റ് ഒരു 5 സെക്കൻഡ് വെച്ച് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 2 ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആദ്യത്തെ പാർട്ട് 2 പാർട്ടും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത രണ്ടാമത്തെ ഭാഗത്ത് ഒരു 13-14 സെക്കൻഡൊക്കെ ആയപ്പോൾ നമുക്ക് ട്രിം ചെയ്താൽ കളയണം. നമുക്ക് കുറച്ച് ഭാഗം മാത്രം മതി. നമുക്ക് സ്റ്റാറ്റസ് ആക്കുമ്പം ഒരുപാട് ലെങ്ത് പറ്റത്തില്ല. അന്നേരം കുറച്ച് ഭാഗം എത്തുമ്പം ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 2 പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റത്തെ ആ ഒരു പാർട്ടിലോട്ട് വന്നിട്ട് നിങ്ങൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ വരും. ആ ഒരു എഫക്റ്റിനകത്ത് ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് കളർ ആൻഡ് ലൈറ്റ് എന്നുള്ള ഭാഗത്ത് പോവുക. ഇവിടെ നമുക്ക് സാച്ചുറേഷൻ എന്ന് പറയുന്നൊരു എഫക്റ്റ് കാണാൻ സാധിക്കും. ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു സാച്ചുറേഷൻ മൊത്തത്തിൽ ഒന്ന് കുറച്ച് കൊടുക്കണം. ഫുള്ളായി കുറച്ച് കൊടുക്കുക. അന്നേരം മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ആ ഒരു BGMനകത്ത് കാണുന്നതുകൊണ്ട് തന്നെ ആദ്യമേ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രണ്ടാമത് കളറായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിൻ്റെ ആ തുടക്കം കൊണ്ടുവച്ചിട്ട് നിങ്ങൾ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ആഡ് എഫക്റ്റ് കൊടുക്കുക. കളർ ആൻഡ് ലൈറ്റ് എന്നുള്ള ഭാഗത്ത് പോവുക. ഇവിടെ തലയിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു എഫക്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സൈഡിലായിട്ടൊരു കീ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു കീ ബട്ടൺ അവിടെ ഇനേബിൾ ചെയ്തിട്ട് ആ ഒരു അവസാനം ആ ഒരു ലെങ്തിൻ്റെ അവസാനം കൊണ്ടുവന്നിട്ട് അവിടെയും കീ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഹ്യൂ ഷിഫ്റ്റ് എന്നുള്ളതൊന്ന് കൂട്ടി കൊടുക്കുക. ഒരു 1x 2x ഒരു 3x 4x ഒക്കെ ആക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കളർ കറക്റ്റായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് സ്പീഡിൽ പോവുകയുള്ളൂ. അന്നേരം ഞാനൊരിപ്പം 10x ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത സ്റ്റാറ്റസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് തറയിലത്തെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓഡിയോസ് എന്നുള്ള ഭാഗത്ത് പോവുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു BGM അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ BGM എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ BGMനുസരിച്ച് അതൊന്ന് ക്രിയേറ്റ് ചെയ്യണം. കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി റെഡിയാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇവിടെ റെഡി ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രിവ്യൂ കണ്ട സ്റ്റാറ്റസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.